അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, റഹ്മാനിയ മജ്ലിസിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഒരു മജ്ലിസിലും കൂടി എത്തിപ്പെട്ടിരിക്കുകയാണ്. ആദ്യമായി ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ എല്ലാ മേഖലയിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഞാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. മുഅ്മിനിൻ്റെ ആയുധം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ഇല്ലാത്തതൊന്നും ആരാധനയാകില്ല. വിശുദ്ധ ഖുർആൻ ഷരീഫിലൂടെ നാം കണ്ണോടിച്ചു നോക്കുകയാണെങ്കിൽ സർവപ്രവാചകന്മാരുടെയും ആയുധം പ്രാർത്ഥനയായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥന ഖുർആനിലുണ്ട്, നമുക്കറിയാം. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥനയുണ്ട്. മത്സ്യത്തിൻ്റെ വയറ്റിലകപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥന നമുക്കറിയാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രാർത്ഥന നമുക്കറിയാം. പ്രാർത്ഥന തന്നെയാണ് ആരാധന. നമ്മൾ ഭയപ്പെടേണ്ടതില്ല. പ്രാർത്ഥന കൊണ്ട് മാറാത്തതായ ഒരു കാര്യവും ഈ ദുനിയാവിൽ ഇല്ല. കാര്യം അൽ ദുആഉ ലി ഇബാദ. പ്രാർത്ഥന തന്നെയാണ് ആരാധന. നിസ്കാരത്തിൽ ഫാത്തിഹ ഓതാത്തവന് നിസ്കാരമില്ല എന്ന് പറയുന്നത് പോലെ പ്രാർത്ഥന ഇല്ലാത്തതൊന്നും ആരാധനയാകില്ല. അത് അറബിയിലാകട്ടെ, മലയാളത്തിലാകട്ടെ, ഹിന്ദിയിലാകട്ടെ, ഇംഗ്ലീഷിലാകട്ടെ, മനുഷ്യൻ്റെ ഏത് ഭാഷയിലും മനസ്സുരുക്കിക്കൊണ്ട് അവൻ്റെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം അൽഹംദും സലാത്തും കൊണ്ട് തുടങ്ങുക. ഈ രണ്ട് വചനം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ബാക്കി അവൻ്റെ പ്രാദേശിക ഭാഷയിൽ അവൻ്റെ വിഷമങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ അള്ളാഹുവിനോട് പറയുക. അള്ളാഹു റഹ്മാനാണ്, റഹീമാണ്, പരമകാരുണ്യകനാണ്, കരുണാവാരിധിയാണ്. അള്ളാഹു അവൻ്റെ അടിമകളെ കാത്തിരിക്കുകയാണ്. അവൻ്റെ അടിമ എപ്പോഴാണ് അവനിലേക്ക് കൈ ഉയർത്തുന്നത് എന്ന് നോക്കിയിരിക്കുകയാണ്. ചില ആളുകൾ ദുആ ചെയ്താൽ അവർക്ക് പെട്ടെന്ന് കൊടുക്കും, ചില ആളുകൾ വർഷങ്ങളോളം കൊടുക്കും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമു 40 വർഷക്കാലം ദുആ ചെയ്തു. 40 വർഷക്കാലത്തിന് ശേഷമാണ് അല്ലാഹു തആല ആ ദുആയെ സ്വീകരിച്ചത്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല. അല്ലാഹു നമ്മളെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകും. ദുനിയാവിൽ തന്നില്ലെങ്കിൽ നാളെ ആഖിറത്തിൽ നമുക്ക് നൽകും. അതുകൊണ്ട് ഇങ്ങനത്തുള്ള സന്ദർഭം പാഴല്ല. ഈ മജ്ലിസുകളൊന്നും പാഴല്ല. ഇവിടെ അള്ളാഹുവിൻ്റെ നാമങ്ങൾ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സലാത്തുകൾ, നമ്മൾ അള്ളാഹുവിനോട് ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അള്ളാഹു ഇത് സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആത്മാർത്ഥമായി ആമീൻ പറയുക. നമ്മളുടെ വിഷമങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ അള്ളാഹു തആല മാറ്റിത്തരുമാറാകട്ടെ. ആദ്യമായി നമുക്കൊരു 11 സലാത്ത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയിലേക്ക് ചൊല്ലാം. നമ്മളുടെ മുറാദുകളൊക്കെ ഹാസിലാവാൻ വേണ്ടി, നമ്മളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം മാറാനും വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതിന് മുമ്പ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് ഒരു 11 സലാത്ത് ചൊല്ലിയിട്ട് നമുക്ക് ദുആയിലേക്ക് കടക്കാം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലി അലൈഹി വസല്ലിം,
اللهم صل على محمد اللهم صل عليه وسلم 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 اللهم صل على محمد اللهم صل عليه وسلم. ഒരു 3 അസ്തഗ്ഫിറുല്ലാഹ് കൂടി പറയാം. അസ്തഗ്ഫിറുല്ലാഹില്ലദീ അസ്തഗ്ഫിറുല്ലാഹില്ലദീ അസ്തഗ്ഫിറുല്ലാഹില്ലദീ. ദുആയിലേക്ക് കടക്കാൻ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് ഇത് കാണുന്നവർ നിങ്ങളുടെ വിഷമങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ മാറാനും വേണ്ടി ആത്മാർത്ഥമായി ആമീൻ പറയുക. അല്ലാഹു ഇത് സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ലാ ഇലാഹ ഇല്ലല്ലാഹു അർശിൽ അലീം ലാ ഇലാഹ ഇല്ലല്ലാഹു അർശിൽ മജീദ് ലാ ഇലാഹ ഇല്ലല്ലാഹു മലിക്കുൽ ഹഖ്ഖിൽ മുബീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. യാ അക്രമിൽ അക്രമീ യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം യാ മുസമ്മിൽ യാ വാഹിദ് യാ ഖഹാർ യാ വഹാബ്. കരുണാനിധിയായ അല്ലാഹുവേ, കരുണക്കടലായ റഹ്മാനെ, യജമാനനായ അല്ലാഹുവേ, സാധുക്കളായ നിൻ്റെ അബദുകൾ നിന്നോട് ചോദിക്കുകയാണ് റഹ്മാനെ. കായിബാക്കി ഞങ്ങളെ മടക്കല്ല റഹ്മാനെ. ഞങ്ങൾ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അവിടുത്തെ കുടുംബാദികളെയും അവരുടെ മേൽ അനുഗ്രഹങ്ങളും കാരുണ്യങ്ങളും വർഷിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹു അവരുടെ മേൽ നീ സലാമു നീ വർഷിപ്പിക്കണേ റഹ്മാനെ, സമാധാനം വർഷിപ്പിക്കണേ റഹ്മാനെ. അവരെ ഞങ്ങളെയെല്ലാം നാളെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവെ, മരിക്കുന്ന സമയത്ത് ആഖിബത്ത് നന്നാക്കി ഈമാനോടുകൂടി മരിപ്പിക്കണേ റഹ്മാനെ. കലിമ പറഞ്ഞുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹുവെ, ഞങ്ങളുടെ പൊട്ടിപ്പൊളിഞ്ഞ അമലുകൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. കർമ്മങ്ങൾ നന്നാക്കി നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് ദുനിയാവിലും നാളെ ആഖിറത്തിലും നന്മകൾ വരുത്തണേ റഹ്മാനെ. അല്ലാഹുവെ, നീറുന്ന നൂറ് വിഷമങ്ങളുമായി ഉള്ളിലൊതുക്കി ജീവിക്കുന്നവരാണ് റഹ്മാനെ. ഞങ്ങളുടെ വിഷമങ്ങൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങളെല്ലാം നീ മാറ്റി നൽകണേ റഹ്മാനെ. അല്ലാഹുവെ, ഈ മജ്ലിസിന് വേണ്ടി സഹായിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് റഹ്മാനെ. അല്ലാഹുവെ, അവർക്കെല്ലാം നീ ഹൈർ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അവർക്കും ഞങ്ങൾക്കും എല്ലാം നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. മാരകമായ രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കല്ലേ റഹ്മാനെ. മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. ക്യാൻസർ എന്ന മാരകമായ രോഗത്തിൽ നിന്നും ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. ബ്രെയിൻ ട്യൂമർ പോലുള്ള രോഗങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഹൃദയ സംബന്ധമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, തൈറോയ്ഡ്, തുക്കുരോഗം, സോറിയാസിസ്, അങ്ങനെ പറയപ്പെട്ട ഒരുപാട് രോഗങ്ങളുമായി ബന്ധപ്പെട്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട് റഹ്മാനെ. എല്ലാവർക്കും നീ ശിഫ നൽകണേ അല്ലാഹ്. എല്ലാവർക്കും നീ ശിഫ നൽകണേ അല്ലാഹ്. ഷാഫിയായ അല്ലാഹ്, കാഫിയായ അല്ലാഹ്, മുസമ്മിലായ അല്ലാഹ്, മുതകബ്ബിറായ റഹ്മാനെ. എല്ലാവർക്കും നീ നന്മകൾ വരുത്തണേ അല്ലാഹ്. എല്ലാവർക്കും നീ നന്മകൾ വരുത്തണേ റഹ്മാനെ. ഇല്ലാത്ത അസുഖത്തിൻ്റെ പേരിൽ അല്ലാഹു ഇല്ലാത്ത സമ്പത്ത്, കടങ്ങൾ മേടിച്ച് ഹോസ്പിറ്റൽ തോറും കയറിയിറങ്ങുന്ന അവസ്ഥകൾ ഞങ്ങളുടെ ജീവിതത്തിൽ നീ വരുത്തല്ലേ അല്ലാഹ്. ഞങ്ങളുടെ പ്രതിസന്ധികൾ, പ്രയാസങ്ങളെല്ലാം നീ മാറ്റി നൽകണേ റഹ്മാനെ. മറ്റുള്ളവർക്ക് ബാധ്യതയായി കിടന്ന് മരിക്കുന്ന അവസ്ഥകളെ തൊട്ട് കാക്കണേ റഹ്മാനെ. അല്ലാഹുവെ, മറ്റുള്ളവർക്ക് ബാധ്യതയായി കിടന്ന് മരിക്കുന്ന അവസ്ഥകളെ തൊട്ട് കാക്കണേ റഹ്മാനെ. അല്ലാഹുവെ, ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും നന്മകൾ വരുത്തണേ റഹ്മാനെ. അല്ലാഹുവെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരുണ്ട് റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട് റഹ്മാനെ.
സഹോദരങ്ങളുണ്ട് റഹ്മാനെ, സഹോദരിമാരുണ്ട് റഹ്മാനെ, ബന്ധുക്കളുണ്ട് റഹ്മാനെ, അയൽവാസികളുണ്ട് റഹ്മാനെ, സുഹൃത്തുക്കളുണ്ട് റഹ്മാനെ. അവരിന്ന് ഖബറിൻ്റെ ഏകാന്തതയിലാണ് റഹ്മാനെ. അവരുടെ പാപങ്ങളെല്ലാം നീ പുറത്തു കൊടുക്കണേ അല്ലാ. അവരുടെ മണ്ണറയെ മണിയറയാക്കി കൊടുക്കണേ അല്ലാ. സ്വർഗീയ ഭക്ഷണങ്ങൾ കൊടുക്കണേ അല്ലാ. സ്വർഗീയ വിരിപ്പുകൾ കൊടുക്കണേ റഹ്മാനെ. അവരെ ഞങ്ങളെയെല്ലാം നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. അല്ലാഹുവേ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, മർഹമത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ നാളെ മഹ്ശറയിൽ കത്തിക്കാടുന്ന ചൂടിൽ അല്ലാഹുവേ നിൻ്റെ അർശിൻ്റെ തണൽ നൽകുന്നവരെ കൂട്ടത്തിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. ഞങ്ങളുടെ സ്വഭാവങ്ങൾ നന്നാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഹൃദയങ്ങൾ നന്നാക്കണേ അല്ലാ. ഞങ്ങളുടെ സ്വഭാവങ്ങൾ നന്നാക്കണേ റഹ്മാനെ. അല്ലാഹുവേ നിസ്കാരം നിലനിർത്താനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. നിനക്ക് ദിക്ർ ചെയ്യാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. നിനക്ക് ശുക്ർ ചെയ്യാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. അലാ ബിദിക്രില്ലാ തത്മഇന്നൽ ഖുലൂബ്, ഹൃദയങ്ങളുടെ സമാധാനം നിന്നെ സ്മരിക്കുന്നതിലൂടെയാണെന്ന് നീ പഠിപ്പിച്ചല്ലോ അല്ലാ. എപ്പോഴും നിൻ്റെ സ്മരണ നിലനിർത്താനുള്ള തൗഫീക്ക് നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ നിൻ്റെ സാലിഹീങ്ങളിലും സ്വാലിഹാത്തുകളും ചേർക്കണേ റഹ്മാൻ. വഴിപിഴച്ചവരുടെ മാർഗങ്ങളിൽ നിന്ന് കാക്കണേ റഹ്മാനെ. നാളെ ഹബീബായ നബിയോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മുൻകാലങ്ങളിൽ കഴിഞ്ഞു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പൊറുത്തു നൽകണേ അല്ലാ. ശിഷ്ടകാലം നിൻ്റെ താഴത്തിലായി ജീവിക്കാനുള്ള തൗഫീക്ക് നൽകണേ റഹ്മാനെ. ഒരുപാട് പേര് കൊണ്ട് വസിയത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട് റഹ്മാനെ. അവരുടെ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. കടങ്ങൾ കൊണ്ട് വലയുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് റഹ്മാനെ. അല്ലാഹുവേ സാമ്പത്തികമായ കടക്കണിയിൽ അകപ്പെട്ട് ജീവിതം തന്നെ അവസാനിപ്പിച്ചാലോ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് അല്ലാ. എല്ലാവരുടെ കടക്കണികളിൽ നിന്ന് കരകയറാനുള്ള തൗഫീക്ക് നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ കടക്കണിയിൽ നിന്നും കരകയറാനുള്ള തൗഫീക്ക് എല്ലാവർക്കും ഞങ്ങൾക്കും നീ നൽകണേ അല്ലാഹുവേ. സാമ്പത്തിക ബാധ്യതയായി മരിക്കുന്ന ഒരവസ്ഥ വരുത്തല്ല റഹ്മാനെ. അല്ലാഹുവേ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ടവരുടെ അമാനത്ത് സ്വത്തുക്കൾ അതിൻ്റെ അവകാശികൾക്ക് തിരിച്ചു കൊടുക്കാനുള്ള തൗഫീക്ക് എല്ലാവർക്കും നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ കടക്കണിയിൽ നിന്ന് ഞങ്ങൾക്ക് കരകയറാനുള്ള തൗഫീക്ക് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഒരുപാട് കടത്തിലകപ്പെട്ട് അല്ലാഹുവേ വിഷമിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. എല്ലാ വിഷമങ്ങൾക്കും നീ ശാശ്വതമായ പരിഹാരം നൽകണേ റഹ്മാനെ. വസ്തു സംബന്ധമായ കച്ചവടം നടക്കാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട് റഹ്മാനെ. ഹയറായ നിലയിൽ വസ്തു കച്ചവടം നടക്കണേ റഹ്മാനെ. വിദേശ നാടിൽ നിൽക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ട് റഹ്മാനെ. തൊഴിൽ നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹു അവർക്ക് നന്മകൾ വരുത്തണേ റഹ്മാനെ. അവരുടെ തൊഴിൽ നീ ബർക്കത്ത് കൊടുക്കണേ റഹ്മാനെ. കച്ചവടങ്ങളിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. കച്ചവടങ്ങളിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങളുടെയൊക്കെ കുടുംബജീവിതങ്ങളിൽ നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. സാഹിര്യങ്ങളെ സിഹറിനെ തൊട്ട് കാക്കണേ അല്ലാ. സാഹിര്യങ്ങളെ സിഹറിനെ തൊട്ട് കാക്കണേ അല്ലാ. ഹൈനു ഹക്കുൻ എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. കണ്ണേറ് സത്യമാണെന്നാണ് പഠിപ്പിച്ചത്. ഒട്ടകത്തെ ചട്ടികിലെത്തിക്കും, മനുഷ്യനെ ഖബറിലെത്തിക്കുമെന്നാണ് പഠിപ്പിച്ചത്. അല്ലാഹുവേ എല്ലാ കണ്ണേറ് കമ്പേറ് ജിന്നും ശൈത്താൻ്റെ ഷർറുകളെ തൊട്ട് കാക്കണേ റഹ്മാനെ. എല്ലാ പൈശാചികമാവുന്ന ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ മോചനം നൽകണേ അല്ലാ. എല്ലാ പൈശാചികമാവുന്ന ഉപദ്രവങ്ങളിൽ നിന്നും മോചനം നൽകണേ അല്ലാഹുവേ. അല്ലാഹുവേ നല്ല നിലയിൽ റാഹത്തോടുകൂടി മുന്നോട്ട് പോകാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് ഹിദായത്ത് പ്രദാനം ചെയ്യണേ അല്ലാ. ഈമാൻ നൽകണേ അല്ലാ. ഞങ്ങളുടെ ഹൃദയത്തിന് മറയിടല്ല റഹ്മാനെ. യക്കീൻ നൽകണേ അല്ലാഹുവേ. യക്കീൻ നൽകണേ അല്ലാഹുവേ. അല്ലാഹുവേ ഞങ്ങളെ നാവിൻ്റെ കെട്ടുകൾ അഴിച്ച് നൽകണേ അല്ലാ. നാവിൻ്റെ കെട്ടുകൾ അഴിച്ച് നൽകണേ അല്ലാ. നാഫിയായ ഇൽമ് തന്ന് സഹായിക്കണേ റഹ്മാനെ. ഖുർആൻ പഠിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യകൾ മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാഹുവേ. അവിടുത്തെ പിൻപറ്റിയ സഹാബാക്കളുടെ മാർഗത്തിൽ ജീവിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. അവിടുത്തെ ഔലിയാക്കന്മാരുടെ മാർഗത്തിൽ ജീവിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാഹുവേ. ഞങ്ങളെ സാലിഹീങ്ങളിലും സാലിഹാത്തുകളിലും ചേർക്കണേ അല്ലാ. വഴിപിഴച്ചവരുടെ മാർഗത്തിൽ നിന്നും കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾക്ക് ദുനിയാവും നാളെ ആഖിറവും നൽകണേ അല്ലാ. ദുനിയാവിൽ നന്മകൾ വരുത്തണേ അല്ലാ.
ആഖിറത്തിലെ നന്മകൾ വരുത്തണേ റഹ്മാനെ. അള്ളാഹുവെ ശിഷ്ടകാലം നിൻ്റെ താഴത്തിലായി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ ദുആക്ക് നീ ഇജാബത്ത് നൽകണേ അല്ലാ. അള്ളാഹുവെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കടന്ന് പീഡനങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ദുരിതങ്ങളും കൊണ്ട് വലയുന്ന എല്ലാ സഹോദരങ്ങൾക്കും നീ ഹൈർ പ്രദാനം ചെയ്യണേ റഹ്മാനെ. എല്ലാവർക്കും നീ നന്മകൾ വരുത്തണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ മാതാപിതാക്കൾ, അയൽവാസികൾ, നാട്ടിലുള്ളവർ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ല. അവരുടെ മണിയറയാക്കി കൊടുക്കണേ അല്ല. സ്വർഗീയ ഭക്ഷണങ്ങൾ കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ദുആയെ നീ സ്വീകരിക്കണേ അല്ലാ. ദുആയെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹു എല്ലാവരുടെ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ. നീറുന്ന നൂറ് വിഷയങ്ങളുമായി ജീവിക്കുന്നവരാണ് റഹ്മാനെ നിൻ്റെ അബുദുകളായ ഞങ്ങളുടെ മനോവിഷമങ്ങളെല്ലാം നീ നീക്കി നൽകണേ അല്ലാ. ഈ മജ്ലിസിനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഈ മജ്ലിസിന് വേണ്ടി സഹായിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും നീ സഹായിക്കണേ റഹ്മാനെ. അവരെല്ലാം ഏതെല്ലാം നിലയ്ക്കാണോ സദഖകൾ നൽകുന്നത് അല്ലാഹുവേ, അവരുടെ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ. എല്ലാവർക്കും നീ നന്മകൾ വരുത്തണേ റഹ്മാനെ. അവരുടെയൊക്കെ ജീവിതത്തിൽ മല പോലെ വരുന്ന വിപത്തുകൾ അല്ലാഹുവേ സദഖ കാരണമായി കാരണമായി നീ മഞ്ഞുപോലെ ഉരുക്കിക്കളയണേ റഹ്മാനെ. അല്ലാഹുവേ എല്ലാവർക്കും നീ നന്മകൾ വരുത്തണേ റഹ്മാനെ. അല്ലാഹുവേ മജ്ലിസിന് വേണ്ടി സഹായിച്ചിട്ടുള്ള എല്ലാ സഹോദരങ്ങളെയും നീ സ്വീകരിക്കണേ റഹ്മാനെ. ഒരു രൂപ തന്നുപോലും സഹായിച്ചിട്ടുള്ള എല്ലാ സഹോദരന്മാർക്കും നീ ഹൈർ പ്രദാനം ചെയ്യണേ റഹ്മാനെ. എല്ലാവർക്കും നന്മകൾ വരുത്തണേ റഹ്മാനെ. അല്ലാഹു എല്ലാവർക്കും നീ നന്മകൾ വരുത്തണേ റഹ്മാനെ. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് നീ ഉത്തരം നൽകണേ റഹ്മാനെ. ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അനുഗ്രഹങ്ങൾ ചെയ്യണേ അല്ലാ. പെട്ടെന്നുണ്ടാവുന്ന അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ.